ദജ്ജാലൂന കദ്ദാബൂന, അവര് ദജ്ജാലുകളാണ്, കദ്ദാബുകളാണ്. അത് പൂർവികന്മാര് കേൾക്കാത്തത് പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരെ വലിച്ചെറിയണം എന്നാണ് കാസിമി പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ട കാസിമി, അങ്ങയുടെ പ്രസംഗം തന്നെ ഒന്ന് കേട്ടോ. എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാരും നാവിലും കറാമാത്താണ്. ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല. അപ്പൊ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാള് ഒരു സ്ഥലത്ത് എന്നെ കണ്ടു. അപ്പൊ ഇയാൾ പറയും, ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല. പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. ഒന്നുമില്ല, പല ആളുകളെയും ബന്ധപ്പെട്ടു, എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ചെവി കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ്, ഒരു സദസ്സുണ്ട് ഇപ്പൊ ഈ റമളാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ്സുണ്ട്, വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത്. അതുകൊണ്ട് അവിടെ പോയ ആ കുട്ടിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നാണ് എല്ലാരും ഉറപ്പിച്ച് പറയണത്. ഞാൻ ഏതായാലും അതിന് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞാനത് പറഞ്ഞാൽ ഇയാൾ എതിർ ഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക. സത്യം മനുഷ്യന്മാർ ഉൾക്കൊള്ളൂല. ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച് ആർക്കായി കറാമത്ത് കിട്ടിയത്? ആർക്ക് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളുണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം അവൻ്റെ അജ്മീർ പോവുക. 5ാമത്തെ ദിവസം അവൻ താടിയും വെച്ചിട്ട് പുറുപുറു നടന്നു വരിക. അതിന് അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകെട്ടേണ്ടതാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലുമില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഇവരൊരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. മുജാഹിദുകൾ കറാമത്തിനെ നിഷേധിച്ചു. അതുകൊണ്ട് അവർ ദജ്ജാലുകളാണ്, കദ്ദാബുകളാണ്. അത് അവര് വിമാനം തസ്മൗ അന്തും വല ആബാവുക്കും, നിങ്ങളും പൂർവികന്മാരും കേൾക്കാത്തത് പറയുന്നവരാണ്. അതുകൊണ്ട് അവരെ വലിച്ചെറിയണം എന്നാണെങ്കിൽ എല്ലാ സുന്നികളും ഓല വീട്ടിലുള്ള കാസിമിന്റെ CD ആദ്യം എടുത്തിട്ട് ഡയറക്ടറെ മുമ്പ് കൊണ്ടുപോയി വെച്ചിട്ട് പറയണം, ഇതാ ഞങ്ങൾ നിങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. കാരണം എന്താ? മൂപ്പര് കറാമത്തിന് തള്ളിയല്ലേ ചെയ്തത്. എന്താ മൂപ്പര് പറഞ്ഞ ന്യായം? ആർക്കായി കറാമത്ത്? എവിടുന്നായി കറാമത്ത്? എന്തേ കാസിമി പറയുന്ന ആളേക്ക് അല്ല കറാമത്ത് കൊടുക്കുള്ളൂ? കാസിമിനോട് സമ്മതം ചോദിക്കണോ? കാസിമി, ഞാൻ ഇന്നയാൾക്ക് കറാമത്ത് കൊടുത്തോട്ടെ? AP ഗ്രൂപ്പിലുള്ള ആർക്കും കറാമത്ത് കൊടുക്കൂലേ എന്നല്ല ഇയാളോട് പറഞ്ഞിട്ടുണ്ടോ? AP വിഭാഗം നടത്തുന്ന സലാത്ത് വാർഷികത്തിൽ അവിടെ കറാമത്ത് കച്ചവടം നടത്തുന്നു എന്നതാണല്ലോ പരാതി. ഓലിക്ക് കറാമത്തില്ലാന്ന്. എന്താ ഒന്ന് വേറെ ന്യായം എന്താ? അക്ഷരജ്ഞാനില്ലാത്തവനങ്ങ് ഔലിയാപ്പാപ്പാകുക. അക്ഷരജ്ഞാനില്ലാത്ത ആള് നബിയായിട്ടുണ്ട് ഇസ്ലാമില്. പിന്നെ വലിയാൻ പറ്റൂലേ? ഇഖ്റ ബിസ്മി എന്ന വാചകം കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അക്ഷരജ്ഞാനുണ്ടോ? അപ്പൊ അക്ഷരജ്ഞാനില്ലാത്ത ആളുകൾക്ക് കറാമത്ത് കിട്ടൂലേ? കറാമത്തിനെ നിഷേധിക്കല്ലേ ചെയ്തത്? നുബുവത്തിനെ നിഷേധിക്കല്ലേ ചെയ്തത്? തീർന്നില്ല. ഏതോ മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്തതാണ് ഇവർക്കുള്ള കറാമത്ത്. എന്താ അങ്ങനെ കിട്ടിക്കൂടെ? ഇവരെ വിശ്വാസപ്രകാരം അങ്ങനെ കിട്ടിക്കൂടെ? ഒരു മഖ്ബറയിൽ ചെന്ന് സിയാറത്ത് ചെയ്തപ്പോ ആ ശൈഖിന് തോന്നി ഇയാൾക്ക് കറാമത്ത് കൊടുക്കണം. അയാൾ അള്ളാനോട് പറയാ നേരിട്ട് കൊടുക്കേ എങ്ങനെങ്കിലും.
ഒന്നുകിൽ നേരിട്ട് തന്നെ കൊടുക്കുന്നു, ഇതാ കുറെ കറാമത്ത് ചെയ്തെടുത്തോ എന്ന് പറഞ്ഞ് നേരിട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ അള്ളഹാനോട് പറയുന്നു, പഠിച്ചോനെ ഏതായാലും ഞാൻ എനിക്ക് കുറച്ച് കറാമത്ത് തന്നല്ലേ, ഇതാ ഓ എന്റെ കവറും പുറത്ത് വന്നിട്ട് കുറെ ഇരിക്കുന്നു, കുറച്ച് കറാമത്ത് ഓനും കൊടുത്തേക്ക് എന്ന് അള്ള പറഞ്ഞ, ഇന്ന് ഈ ശൈഖ് പറഞ്ഞ അള്ള കൊടുക്കാണ്ടിക്കോ? എന്താ കാസിമി നിങ്ങൾ വഹാബിയാണത് പറഞ്ഞു പറഞ്ഞ് കാസിമി വഹാബിയാകാണ് അല്ലേ? ഇതന്നല്ലേ മുജാഹിദികൾ പറഞ്ഞത്? മുജാഹിദികൾ ഇത് പറയുമ്പോ ഈ പറഞ്ഞ ന്യായങ്ങൾ വെച്ചിട്ടല്ലേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് മുജാഹിദികൾ ദജ്ജാലുകളാണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതെന്താന്ന് ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞല്ലോ, ഈനൊന്നും നിങ്ങൾ ആരെയും പേടിക്കണ്ടെന്ന്. പേടിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, അന്ന് പറഞ്ഞതാ. പിന്നെ മൂപ്പർക്ക് തോന്നി ഡയറക്ടറൊക്കെ ആയിട്ട് നാട്ടിൽ മുഴുവൻ നടക്കണമെങ്കിൽ ചിലരെയൊക്കെ പേടിക്കണം, അല്ലെങ്കിലോ ഡയറക്ടറെ കസേലയെ അവിടെ ഉണ്ടാവുള്ളൂ, അതുപോലെ ഇരിക്കാൻ ഖിയാമത്ത് നാളെ വരെ യോഗം ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്? വഹാബിസത്തെ തള്ളിപ്പറഞ്ഞാൽ മതി, ഈ ജാതി ഏർപ്പാടൊക്കെ ഇനിയും നാട്ടിൽ നിന്നോട്ടെ എന്നീ ആളുകൾ വിചാരിച്ചത്.